നരച്ച മുടി പറിച്ചിട്ടുണ്ടെങ്കിൽ നരയ്ക്കുന്നതിൻ്റെ അളവ് കൂടും. പുതിയ പുതിയ മുടികൾ നരയ്ക്കാൻ സാധ്യതയുണ്ട്. ഹെയർ ഫോളിക്കിൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് മുടി വളരുക. ഓരോ ഹെയർ ഫോളിക്കിളിനും ഈ മുടിക്ക് കളർ കൊടുക്കുന്ന സെല്ലായിട്ടുള്ള മെലനോസൈറ്റ്സ് സെപ്പറേറ്റ് ആണ്. ലൈക്ക് ഇത് രണ്ടും രണ്ട് ഹെയർ ഫോളിക്കിൾസ് ആയിട്ട് എടുക്കാം. ഇത് രണ്ടിനും കളർ കൊടുക്കാനുള്ള മെലനോസൈറ്റ്സ് സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഹെയർ വരുന്നത് ഇതിലുള്ള മെലനോസൈറ്റിൻ്റെ പ്രോബ്ലം കാരണമാണ് അത് ഗ്രേ ആവുന്നത്. മെലനോസൈറ്റ്സിന് കളർ ഉണ്ടാക്കണതിൽ എന്തെങ്കിലും ഒരു വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി വരുന്നു, അല്ലെങ്കിൽ ജനറ്റിക്കലി ഒരു ടെൻഡൻസി വരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഈ മെലനോസൈറ്റിൽ നിന്ന് ഈ ഹെയറിൻ്റെ കെരാറ്റിനിലേക്ക് കളർ ഉണ്ടാവലും നിൽക്കും. അങ്ങനെ വരുമ്പോഴാണ് ഇത് വൈറ്റ് കളറാവുന്നത്. പക്ഷേ ഇപ്പുറത്തുള്ള ഹെയർ ഫോളിക്കിളിന് ഡാമേജ് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ ഹെയർ ഫോളിക്കിളിലെ മെലനോസൈറ്റിനും ഡാമേജ് ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടുത്തെ ഹെയർ പറിച്ചെന്ന് വെച്ചിട്ട് ഇതിലത്തെ ഹെയറിനോ ചുറ്റുവട്ടത്തുള്ള ഹെയറുകൾക്കോ ഡാമേജ് സംഭവിക്കുന്നില്ല, അതിൻ്റെ മെലനോസൈറ്റിനും ഡാമേജ് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ഹെയർ നമ്മൾ പറിച്ചത് കൊണ്ട് ചുറ്റുമുള്ള ഹെയറുകൾ വൈറ്റ് ആവാനുള്ള ടെൻഡൻസി വരുന്നില്ല. ഇതൊരു മിഥ്യാധാരണയാണ്. ഒരു നരച്ച മുടി പറിച്ചു എന്ന് വെച്ചിട്ട് ചുറ്റുമുള്ള മുടികളൊക്കെ നരയ്ക്കും എന്നുള്ളത്.